നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജയസാധ്യതയുള്ള മണ്ഡലങ്ങൾ ഉറപ്പിക്കാൻ മൂന്നാംവട്ട സർവേ പൂർത്തിയാക്കി AICC. ജയസാധ്യത കുറഞ്ഞ 30 സി ക്ലാസ് മണ്ഡലങ്ങളിൽ യുവമുഖങ്ങളെ മത്സരരംഗത്തിറക്കി മണ്ഡലങ്ങൾ തിരിച്ചുപിടിക്കാനാണ് പദ്ധതി. തിരുവമ്പാടിയിൽ VS ജോയിയും തൃത്താലയിൽ VT ബൽറാമും തൃശൂരിൽ സന്ദീപ് വാര്യരും മത്സരരംഗത്ത് ഇറങ്ങുമെന്നാണ് സൂചന. ന്യൂസ് 18 എക്സ്ക്ലൂസീവ്. ജയമുറപ്പുള്ള മണ്ഡലങ്ങൾ, ജയിക്കാൻ സാധ്യതയുള്ള മണ്ഡലങ്ങൾ, ജയസാധ്യത കുറഞ്ഞ മണ്ഡലങ്ങൾ എന്നിങ്ങനെ 3 വിഭാഗങ്ങളായി തിരിച്ചുകൊണ്ടാണ് AICCയുടെ സർവേ നടപടികൾ പൂർത്തിയായിരിക്കുന്നത്. ജയസാധ്യത കുറഞ്ഞ 30 സി ക്ലാസ് മണ്ഡലങ്ങളിൽ യുവമുഖങ്ങളെ മത്സരരംഗത്തിറക്കി മണ്ഡലങ്ങൾ തിരിച്ചുപിടിക്കാനാണ് പദ്ധതി. തിരുവമ്പാടി, തൃത്താല, തൃശൂർ എന്നിവിടങ്ങളിൽ യഥാക്രമം VS ജോയി, VT ബൽറാം, സന്ദീപ് വാര്യർ തുടങ്ങിയ പേരുകൾക്കാണ് മുൻതൂക്കം. ചെങ്ങന്നൂരിൽ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് അബിൻ വർക്കിയും, തിരുവനന്തപുരം സെൻട്രലിൽ KS ശബരിനാഥനും, പീരുമേട്ടിൽ KSU സംസ്ഥാന അധ്യക്ഷൻ അലൂഷ്യസ് സേവ്യറും പരിഗണനാ പട്ടികയിൽ ഇടം പിടിച്ചിട്ടുണ്ട്. ഉദുമയിൽ BP പ്രദീപ് കുമാർ, തൃക്കരിപ്പൂരിൽ ജോമോൻ ജോസ്, തളിപ്പറമ്പിൽ യൂത്ത് കോൺഗ്രസ് നേതാവ് അബ്ദുൾ റഷീദ്, പയ്യന്നൂരിൽ മുഹമ്മദ് ഷമാസ്, കണ്ണൂരിൽ റിജിൽ മാക്കുറ്റി, പേരാമ്പ്രയിൽ VR അനൂപ്, കൊയിലാണ്ടിയിൽ KM അഭിജിത്ത്, കോഴിക്കോട് നോർത്തിൽ വിദ്യാ ബാലകൃഷ്ണൻ, ബാലുശ്ശേരിയിൽ VT സൂരജ്, തവനൂരിൽ AM രോഹിത്, പട്ടാമ്പിയിൽ റിയസ് മുക്കോളി, കുന്നംകുളത്ത് സോയ ജോസഫ്, മണലൂരിൽ ശോഭ സുബിൻ, കൊടുങ്ങല്ലൂരിൽ OJ ജനീഷ്, കോതമംഗലത്ത് ജിൻഡോ ജോൺ, അമ്പലപ്പുഴയിൽ AR കണ്ണൻ, കായംകുളത്ത് അരിത ബാബു, കാഞ്ഞിരപ്പള്ളിയിൽ KSU സംസ്ഥാന വൈസ് പ്രസിഡന്റ് ആൻ സെബാസ്റ്റ്യൻ, പുനലൂരിൽ അഡ്വക്കേറ്റ് സഞ്ജയ് ഖാൻ, കഴക്കൂട്ടത്ത് JS അഖിൽ, ചിറയൻകീഴ് BS അനൂപ്, നെടുമങ്ങാട് BRM ഷഫീർ, വർക്കലയിൽ MJ ആനന്ദ്, അരുവിക്കരയിൽ MR ബൈജു തുടങ്ങിയ പേരുകൾക്കാണ് മുൻഗണന. നിർദ്ദിഷ്ട മണ്ഡലങ്ങൾ കേന്ദ്രീകരിച്ച് പ്രവർത്തനം തുടങ്ങാൻ യുവമുഖങ്ങൾക്ക് കോൺഗ്രസ് ഹൈക്കമാൻഡ് ഉടൻ നിർദ്ദേശം നൽകുമെന്നാണ് വിവരം. അതേസമയം മുതിർന്ന നേതാക്കളുടെ തമ്മിലടി ജയസാധ്യതകളെ പ്രതികൂലമായി ബാധിക്കുന്ന പശ്ചാത്തലത്തിൽ സ്ഥാനാർത്ഥി നിർണയത്തിലും തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിലും AICC നേരിട്ടാകും മേൽനോട്ടം വഹിക്കുക. ഡാൻ കുര്യൻ, ന്യൂസ് 18, തിരുവനന്തപുരം.